നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. MA ബേബിയെ CPIM ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. മലയാളികളായ അരുൺകുമാർ, വിജു കൃഷ്ണൻ ഉൾപ്പെടെ PBയിൽ പുതുതായി 8 പേർ. പ്രകാശ് കാരാട്ട് അടക്കം PBയിൽ 4 സ്ഥിരം ക്ഷണിതാക്കളെയും ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റിയിൽ 30 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 84 അംഗങ്ങൾ, 1 സീറ്റ് ഒഴിച്ചു. ജോൺ ബ്രിട്ടാസ് കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള DL കരാട് മത്സരിച്ചു തോറ്റു. എമ്പുരാൻ സംവിധായകൻ പൃഥ്വിരാജിന് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ്. ലൂസിഫർ, മരക്കാർ എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. എമ്പുരാൻ വിവാദവുമായി ബന്ധമില്ലെന്ന് ആദായ നികുതി വകുപ്പ്. മുൻപ് നടന്ന റെയ്ഡിന്റെ തുടർ നടപടിയെന്നും വിശദീകരണം. മലപ്പുറത്ത് ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ വിശദീകരണവുമായി SNDP യൂണിയൻ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ചിലർ പ്രചരിപ്പിക്കുകയാണെന്നും തന്നെ മുസ്ലിം വിരോധിയാക്കാനാണ് ശ്രമമെന്നും വെള്ളാപ്പള്ളി. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണോ എന്നതടക്കമുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസംഗ ഭാഗങ്ങൾ വ്യാപക വിമർശനത്തിനിടയാക്കി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വെള്ളാപ്പള്ളി എപ്പോഴും രാജ്യത്തെ വിഭാഗീയതയുടെ ശബ്ദമാണെന്ന് മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. ഇതൊന്നും നാടിന് അംഗീകരിക്കാൻ കഴിയില്ല. വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ പഠിക്കാൻ ശ്രമിക്കണമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശം ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഇത് കേരളമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഇത്തരം പ്രസ്താവനകൾക്ക് ചർച്ചയാക്കേണ്ട പ്രാധാന്യം പോലും ഇല്ലെന്നും ചർച്ചയാക്കാൻ താൽപ്പര്യമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തെ പിന്തുണച്ച് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. OBC റിസർവേഷനെ ചില മതങ്ങൾ വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നു. OBC സമൂഹം അതിനെ എതിർക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയെ പിന്തുണച്ച് BJP നേതാവ് K സുരേന്ദ്രൻ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? വെള്ളാപ്പള്ളി പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വവും പുലരാൻ പോകുന്നില്ലെന്നും LDFും UDFും അതിനെ പിന്തുണയ്ക്കുകയാണെന്നും K സുരേന്ദ്രൻ. കോഴിക്കോട് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുനിൽകുമാറിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി സർക്കാർ റദ്ദാക്കി. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ എല്ലാം വെടിവെച്ച് കൊല്ലുമെന്ന നിലപാടിനെ തുടർന്നാണ് സർക്കാരിന്റെ നടപടി. അധികാരം നിയമവിരുദ്ധമായി വിനിയോഗിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. വനം വകുപ്പിനെതിരായ ബിഷപ്പുമാരുടെ വിമർശനങ്ങൾക്കെതിരെ വനം മന്ത്രി AK ശശീന്ദ്രൻ. പുരോഹിതന്മാർ അവരുടെ പദവിയോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. സംഘർഷ മേഖലകളിൽ സമാധാനത്തിന്റെ ദൂതന്മാരായി പ്രവർത്തിക്കേണ്ടവരാണ് പുരോഹിതന്മാർ. സംസ്ഥാനത്തെ നിരന്തരം വിമർശിക്കുന്ന സഭാ നേതാക്കൾ കേന്ദ്രത്തെക്കുറിച്ച് എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നത് ദുരൂഹമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം 56-ാം ദിവസവും നിരാഹാര സമരം 17-ാം ദിവസവും കടന്നു. സമവായ നീക്കങ്ങളുടെ ഭാഗമായി ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡർമാർ നടത്തുന്ന സമരം 5-ാം ദിവസം കടന്നു. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ 13 ദിവസം മാത്രം ശേഷിക്കെ പലവിധ സമരരീതികൾ നടത്തി സർക്കാരിന്റെ ശ്രദ്ധയിൽ വിഷയമെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. 30% താഴെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതുവരെ നിയമനം ലഭിച്ചിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സമരത്തിലേക്ക് കടന്നത്. മാസപ്പടി കേസിൽ SFIയുടെ തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. SFIയുടെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL രംഗത്ത് വന്നത്. പൂർത്തിയാക്കിയ SFIO സമർപ്പിച്ച കുറ്റപത്രം ED CBI ഡയറക്ടർമാർക്ക് കൈമാറും. മാർക്കറ്റിംഗ് ടാർഗറ്റ് പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ കൊച്ചിയിൽ യുവാക്കൾ ക്രൂരമായ തൊഴിൽ പീഡനത്തിന് ഇരയായെന്ന ആരോപണം തള്ളി ജില്ലാ ലേബർ ഓഫീസറുടെ റിപ്പോർട്ട്. പ്രചരിക്കുന്നത് വ്യാജ ദൃശ്യമാണെന്നാണ് തൊഴിൽ വകുപ്പിന്റെ കണ്ടെത്തൽ.
തൊഴിൽ പീഡനം ഉണ്ടായിട്ടില്ലെന്നും സ്ഥാപനത്തിലെ മുൻ ഉദ്യോഗസ്ഥനായ മനാഫ് നിർബന്ധിച്ചാണ് വീഡിയോ പകർത്തിയതെന്നും നിലവിലെ ജീവനക്കാരനായ യുവാവ്. കോഴിക്കോട് പുതിയങ്ങാടിയിൽ മകനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ലഹരിക്കടിമയായ പിതാവ് അറസ്റ്റിൽ. അത്താണിക്കൽ ബീച്ച് സ്വദേശി ജാഫറിനെയാണ് എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജാഫർ മകന്റെ കഴുത്തറക്കാൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടു. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചു. മുന്നറിയിപ്പുള്ള ജില്ലകളിൽ 24 മണിക്കൂറിൽ മഴ ലഭിച്ചേക്കുമെന്നാണ് അറിയിപ്പ്. തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലും നിലനിൽക്കുന്ന ചക്രവാത ചുഴികളുടെ സ്വാധീന ഫലമായാണ് മഴ. പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടെ ബില്ല് നിയമമായി. അടുത്ത ആഴ്ചയോടെ ബില്ലിൽ ഒപ്പുവെക്കുമെന്നായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി ബില്ലിൽ ഒപ്പുവെച്ചത്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറങ്ങുന്നതോടെ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും പുറത്തിറങ്ങും. രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നായ പുത്തൻ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് 535 കോടി രൂപ ചെലവിൽ പുതിയ പാലം പണിതത്. സമുദ്രനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരമുള്ള പുതിയ പാലത്തിന് 2.08 കിലോമീറ്ററാണ് ദൈർഘ്യം. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണ്. പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ പണനയ യോഗം നാളെ ആരംഭിക്കും. കഴിഞ്ഞ മാസങ്ങളിൽ പണപ്പെരുപ്പത്തിൽ കുറവുണ്ടായ സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് വായ്പാ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് വായ്പ എടുത്തത്. നിരക്കുകളിൽ 25 ബേസിസ് പോയിന്റ് കുറവുണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനം. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ പകരച്ചുങ്കം പ്രഖ്യാപനത്തിന് പിന്നാലെ US പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വരാനിരിക്കുന്ന ദിവസങ്ങൾ എളുപ്പമാകില്ലെന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. പകരച്ചുങ്കത്തിന് മറുപടിയായി കാനഡയും ചൈനയും US-നെതിരെ പ്രതികാര ചുങ്കം പ്രഖ്യാപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ ജനം തെരുവിലിറങ്ങി. പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധം അരങ്ങേറി. കൂട്ടപ്പിരിച്ചുവിടലും തീരുവായുദ്ധവും അടക്കമുള്ള നയങ്ങൾ അമേരിക്കയെ തകർക്കുമെന്ന് സമരക്കാർ. ട്രംപ് ഭരണകൂടം ജനാധിപത്യ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുകയാണെന്നാണ് വിമർശനം. ചൈനീസ് സാമൂഹ്യ മാധ്യമമായ ടിക്ടോക്കിന് US-ൽ പ്രവർത്തിക്കാൻ 75 ദിവസം കൂടി നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. ഈ സമയപരിധിക്കുള്ളിൽ US-ൽ ടിക്ടോക്കിനെ അമേരിക്കൻ ഉടമസ്ഥതയിൽ കൊണ്ടുവരാനുള്ള പുതിയ കരാറിലെത്തണം. ടിക്ടോക്ക് വിൽപ്പനയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് ചൈനീസ് ഉടമസ്ഥരായ ബൈറ്റ് ഡാൻസ് വൈറ്റ് ഹൗസിനെ അറിയിച്ചു. തിരുവനന്തപുരം ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും 52 ഗ്രാം MDMA-യുമായി യുവതിയടക്കം 3 പേരെ പോലീസ് പിടികൂടി. ചിറയൻകീഴ് സ്വദേശിയും നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയുമായ സുമേഷ്, കഠിനംകുളം സ്വദേശി ജിഫിൻ, പാലക്കാട് സ്വദേശി അനു എന്നിവരാണ് പിടിയിലായത്. തൃശൂരിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. ഇടുക്കി അടിമാലി സ്വദേശി മാണിക്യമാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടിച്ചെടുത്തു. കോഴിക്കോട് വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനത്തിൽ നിന്ന് രാസലഹരി പിടികൂടി. തൊടിയിൽ ബീച്ച് പരിസരത്ത് വെച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. തൊടിയിൽ ബീച്ച് പരിസരം കേന്ദ്രീകരിച്ച് വെള്ളയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് വാഹനം നിർത്താതെ പോയത്. മലപ്പുറം സ്വദേശി ഷബീബ്, വയനാട് സ്വദേശി മുഹമ്മദ് ഷിനാസ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി 45 വയസ്സുകാരൻ പിടിയിൽ. തിരുവനന്തപുരം KSRTC ബസ്സിലെ യാത്രക്കാരനായ പുനലൂർ സ്വദേശി സജീവ് കുമാറാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 2 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കൊടുമുടി സ്വദേശി അബ്ദുൾ കരീമാണ് മരിച്ചത്. വളാഞ്ചേരി വട്ടപ്പാറ CI ഓഫീസിന് സമീപമാണ് അപകടം നടന്നത്.
മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെതിരെ കേസെടുത്ത് പോലീസ്. ഇന്ന് രാവിലെയാണ് പെരുമ്പാവൂർ സ്വദേശി അസ്മ പ്രസവത്തെ തുടർന്ന് മരിച്ചത്. പ്രസവശേഷമുണ്ടായ അമിത രക്തസ്രാവമാണ് മരണത്തിന് കാരണം. മരണത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ബന്ധുക്കൾ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തൊട്ടു മുൻപ് നടന്ന 2 പ്രസവവും വീട്ടിൽ തന്നെ ആയിരുന്നുവെന്നാണ് ലഭിക്കുന്നത്. എറണാകുളം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ MBBS 3ാം വർഷ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് സ്വദേശി അമ്പിളിയാണ് മരിച്ചത്. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കോഴിക്കോട് കുന്നമംഗലത്ത് KSRTCയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ മദ്രസ അധ്യാപകൻ മരിച്ചു. മലപ്പുറം മുതുവല്ലൂർ സ്വദേശി മുഹമ്മദ് ജസീലാണ് മരിച്ചത്. തൊട്ടുമുക്കം ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ അധ്യാപകനാണ്. സഹയാത്രികനായ കാവന്നൂർ സ്വദേശി ഷഹബാസ് അഹമ്മദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ആലപ്പുഴ കറ്റാനം ജംഗ്ഷന് സമീപം മാരകായുധങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ. ഭരണിക്കാവ് സ്വദേശികളായ മുഹമ്മദ് നാഫിൽ, നിതിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കളിക്കൽ ക്ഷേത്രത്തിന് മുൻവശം മോട്ടോർ സൈക്കിളിലെത്തിയ യുവാക്കൾ അക്രമാസക്തരാവുകയും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. തൃശൂർ പല്ലിശ്ശേരി ഇരട്ടക്കൊലക്കേസിൽ പ്രതിക്ക് ട്രിപ്പിൾ ജീവപര്യന്തം ശിക്ഷ. പല്ലിശ്ശേരി സ്വദേശി വേലപ്പനെയാണ് 3 ജീവപര്യന്തം തടവിനും പിഴയടയ്ക്കാനും തൃശൂർ SC/ST സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പല്ലിശ്ശേരി സ്വദേശികളായ ചന്ദ്രൻ, മകൻ ജിതിൻ കുമാർ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2022 നവംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. തിരുവനന്തപുരത്ത് നിരവധി കേസിലെ പ്രതി കാപ്പ നിയമപ്രകാരം പിടിയിൽ. പാറശാല കൊറ്റാമം സ്വദേശി റംഷാദാണ് പിടിയിലായത്. ജില്ലയ്ക്കകത്തും പുറത്തുമായി നിരവധി സ്റ്റേഷനുകളിലായി അറസ്റ്റ് വാറണ്ടുകൾ ഇയാൾക്ക് മേലുണ്ട്. അടിപിടി, മോഷണം, പിടിച്ചുപറി ഉൾപ്പെടെ 40-ലധികം കേസിലെ പ്രതിയുമാണ് റംഷാദ്. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. അതിവേഗ വാർത്ത തുടരുന്നു. തൃശൂർ കൊടകരയിൽ സൈബർ തട്ടിപ്പിലൂടെ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേർ റിമാൻഡിൽ. വയനാട് പുൽപ്പള്ളി സ്വദേശി മുഹമ്മദ് ഷാഫി, അമ്പലവയൽ സ്വദേശി ഡെന്നി എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ കൊടകര കനകമല സ്വദേശിയെ ഷെയർ വാങ്ങിച്ചാൽ ഇരട്ടിയായി തുക തിരിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. തൃശൂരിൽ വാഹനങ്ങളുടെ രേഖകളിന്മേൽ അമിത പലിശയ്ക്ക് പണം കൊടുത്തിരുന്നയാൾ പിടിയിൽ. താണിക്കുളം സ്വദേശി ജെയ്സൺ CA ആണ് വിയൂർ പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലൈസൻസോ മറ്റ് അധികാര പത്രങ്ങളോ ഇല്ലാതെയാണ് ഇയാൾ അമിത പലിശയ്ക്ക് പണം കടം കൊടുത്തത്. തൃശൂരിൽ പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് കല്ലെറിഞ്ഞു തകർത്ത കേസിലെ പ്രതികൾ പിടിയിൽ. കേസിലെ പ്രതികളായ ലാലൂർ സ്വദേശികളായ പ്രജിത്ത്, സന്തോഷ് 17 വയസ്സുകാരൻ എന്നിവരെയാണ് വെസ്റ്റ് പോലീസ് പിടികൂടിയത്. തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന ജീപ്പിന്റെ ഗ്ലാസ് എറിഞ്ഞുടയ്ക്കുകയാണ്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. 17 വയസ്സുകാരനെ ഗവൺമെന്റ് ഒബ്സർവേഷനിലേക്ക് മാറ്റി. പ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂരിൽ അറസ്റ്റിൽ. ആലപ്പുഴ ചെന്നിത്തല സ്വദേശി പ്രസാദിനെയാണ് മുനിസിപ്പൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുന്നതിനാൽ പ്രസാദിനെതിരെ വാറണ്ടും നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് പട്ടാമ്പിയിൽ കനത്ത മഴയിൽ വാടാനംകുറിശ്ശിയിൽ കടകളിലേക്ക് വെള്ളം കയർന്നു. കുളപ്പുള്ളി പാതയുടെ അശാസ്ത്രീയ നിർമ്മാണവും അഴുക്കുചാൽ സംവിധാനം ഇല്ലാത്തതുമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആക്ഷേപം. കുളപ്പുള്ളി റോഡ് നവീകരണത്തിൻ്റെ അശാസ്ത്രീയത കാരണം പ്രദേശത്തെ ജനസേവന കേന്ദ്രത്തിലേക്ക് വെള്ളവും ചളിയും കുത്തിയൊലിച്ചെത്തുന്ന അവസ്ഥയാണ്. ഇടുക്കി വട്ടവട പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 58, 59 ബ്ലോക്കുകളിലെ ഗ്രാൻഡീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്ത്. പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണിതെന്നും നിലവിൽ ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ നിയമതടസ്സങ്ങൾ നിലനിൽക്കുന്നുവെന്നുമാണ് കർഷകരുടെ പരാതി.
ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കപ്പെട്ടാൽ ഈ ഭാഗത്തേക്ക് കൂടി പച്ചക്കൃഷി വ്യാപിപ്പിക്കാമെന്നും കർഷകർ. ഇടുക്കി മാങ്കുളം മേഖലയിലും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിവിധ പദ്ധതികളുമായി വനം വകുപ്പ്. ഇതിന്റെ ഭാഗമായി കാട്ടുമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ വിവിധ ഇടങ്ങളിൽ വനം വകുപ്പ് കുളങ്ങൾ തീർന്നു. വനം വകുപ്പ് ജീവനക്കാരും വാച്ചർമാരും വിവിധ കോളേജുകളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളും കൈകോർത്താണ് കുളങ്ങളുടെ നിർമ്മാണം നടത്തുന്നത്. മെയ് 12 നടക്കുന്ന മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം സുഗമവും സുരക്ഷിതവുമായി നടത്തുന്നതിന് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന യോഗം ചേർന്നു. ബുദ്ധിമുട്ടില്ലാതെ ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 18,000 മുതൽ 20,000 വരെ ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം കുറ്റിപ്പുറം വില്ലേജ് ഓഫീസിനെ സ്മാർട്ട് റവന്യൂ ഓഫീസാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA നൽകിയ ശുപാർശയെ തുടർന്ന് 2024-25 സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വില്ലേജിനെ സ്മാർട്ട് റവന്യൂ ഓഫീസാക്കുന്നത്. ഇതോടെ മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളിലും സ്മാർട്ട് പദ്ധതിയിൽ ഉൾപ്പെടും. മലപ്പുറം ഏറനാട് താലൂക്കിന് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന്റെ ഭാഗമായി ജീവനക്കാർക്ക് അനുമോദനവും മികച്ച റവന്യൂ ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ഏറനാട് താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. RR ഡെപ്യൂട്ടി തഹസിൽദാർ SR റെജി രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തയ്യാറാക്കിയ റീൽസ് പ്രകാശനം ചെയ്തു. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ IAS പ്രകാശനം നിർവഹിച്ചു. ജില്ലാ കളക്ടർ K ഇൻബശേഖർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാസർഗോഡ് പക്ഷിമൃഗാദികളുടെ അവകാശങ്ങളും ഉഷ്ണതരംഗത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ എന്ന മൃഗസംരക്ഷണ സംഘടനയാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. വിദ്യാർത്ഥികൾക്കായി കരുതലിനായി കൊച്ചുകരങ്ങൾ എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ IPSന്റെ നേതൃത്വത്തിൽ കൊല്ലം ഇരവിപുരം കമ്മ്യൂണിറ്റി ഹാളിൽ പരാതി പരിഹാര അദാലത്ത് നടന്നു. പ്രദേശത്തെ ലഹരി ഉപയോഗവും ഇതേ തുടർന്നുള്ള അതിക്രമങ്ങളും തടയുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പ്രദേശവാസികൾ ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കമ്മീഷണർക്കും ACPക്കും പരാതി നൽകി. തൃശൂർ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പുത്തൻ പീടിക ഉദയം അങ്കണവാടി റോഡ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ അനുവദിച്ചതിൽ ഇരു സൈഡിലും കാനകൾ നിർമ്മിച്ചും ടൈൽ പാകിയുമാണ് റോഡ് പണി പൂർത്തിയാക്കിയത്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ പുരോഹിതന്മാരെയും വിശ്വാസികളെയും ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് തൃശൂർ പാവറട്ടിയിൽ കേരള കോൺഗ്രസ് M മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം KJ മെജോ ഉദ്ഘാടനം ചെയ്തു. PJ പോൾ അധ്യക്ഷനായി. തൃശൂർ അതിരൂപത നടത്തുന്ന 28ാം പാലയൂർ തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പദയാത്ര ഇന്ന് പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ചു. ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, കോർഡിനേറ്റർ ജോൺസൺ കൂടലിക്ക് പതാക കൈമാറിക്കൊണ്ട് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പദയാത്രയിൽ പങ്കെടുത്തു. തൃശൂർ കൊരട്ടിയിൽ NH 544 റോഡിലെ ഗതാഗത കുരുക്കഴിക്കാൻ താൽക്കാലിക പാതയൊരുക്കി റൂറൽ പോലീസ്. താൽക്കാലിക പാതയിൽ വാഹനങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ആവശ്യമായ ദിശാ ബോർഡുകളും സ്ഥാപിച്ചു. തൃശൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ 95ാം വാർഷികത്തോടനുബന്ധിച്ച് സർവോദയ സദസ്സ് സംഘടിപ്പിച്ചു. സദസ്സ് സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. PS സുകുമാരൻ അധ്യക്ഷനായി. കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി രമേശ് ഭാനു പണ്ടാരത്തിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറിയ ഉത്സവം ഏപ്രിൽ 15 പൂരത്തോടുകൂടി സമാപിക്കും. 10 ദിവസമായി നടക്കുന്ന ഉത്സവത്തിന് വിശേഷാൽ പൂജകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും അരങ്ങേറും.
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപക പ്രസിഡന്റ് ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ 53-ാം ചരമവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ASM അസ്ഗർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് PM മോഹ്സിൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം വളാഞ്ചേരിയിൽ കോട്ടക്കൽ നിയോജക മണ്ഡലം ലഹരി നിർമ്മാർജ്ജന സമിതി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങൾ നിരീക്ഷിക്കുവാൻ പ്രത്യേക പോലീസ് സംവിധാനം ഏർപ്പെടുത്തണമെന്നും ലഹരി മാഫിയകൾ കൈയടക്കിയിരിക്കുന്ന പ്രദേശങ്ങളിൽ നിരീക്ഷിക്കുവാൻ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും നഗരസഭയോട് ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനം. അതിവേഗ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.